ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ നമ്മൾ മലയാളികൾക്കിടയിൽ പ്രചരിക്കപ്പെടുന്ന വർഗീയ വിഷത്തിൻ്റെ തോത് അളവ് എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? അത് വളരെ വലുതാണ്. ആവറേജ് ഒരു 3 മുതൽ 5 വരെ വാർത്തകൾ ഓരോ ദിവസവും വരുന്ന ചില ചാനലുകളുണ്ട്. 40-ലധികം പേജുകളുണ്ട് കാസ, കേരളത്തിലെ കാസ ഗ്രൂപ്പിന്. അതിൽ വർഗീയത മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പ്രചരിക്കപ്പെടുന്നത്. പിന്നെ ജനം ടി വിയുടെ ജനം ഡെയിലി ഉണ്ട്, ജനം ന്യൂസ് ഉണ്ട്, കർമ്മ ന്യൂസ്, PR ടോക്സ്, മറുനാടൻ മലയാളി, അങ്ങനെ തുടങ്ങി ഇനിയും എണ്ണിയാലൊടുങ്ങാത്തത്ര, ഇതൊക്കെ പ്രധാനപ്പെട്ട പല ചാനലുകളുമാണ് വർഗീയത മാത്രം വരുന്നത്. അതിനപ്പുറം ചില വ്യക്തികളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശശികല, RV ബാബു, പ്രതീഷ് വിശ്വനാഥ്, അങ്ങനെ തുടങ്ങിയ ചില മുന്തിയ ഇനം വിഷങ്ങൾ. ചില ഇൻ്റലക്ച്വൽ പ്രചാരകരുണ്ട്, TG മോഹൻദാസ്, അതുപോലെ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ, TP സെൻകുമാർ, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ഇൻ്റലക്ച്വൽ ടീം. അവർക്കും ഡെയിലി എന്തുണ്ട്, ബ്ലോഗുകളുണ്ട്. അതിലെല്ലാം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 10-9 സബ്ജക്റ്റ് വർഗീയത മാത്രമായിരിക്കും എന്ത് ചെയ്യുക ഉണ്ടാവുക, എൻഡ് റിസൾട്ട്. ഇനി അതിന് പുറമെ സോഫ്റ്റ് ഹിന്ദുത്വം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു ചില ആളുകളുണ്ട്. ഒരു AP അഹമ്മദ്, പിന്നെ നമ്മുടെ ജയശങ്കര വക്കീൽ, അങ്ങനെ തുടങ്ങി കുറച്ചാൾ, ഫക്രുദ്ദീൻ അലി, കുറച്ചാളുകൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. മറ്റൊരു തലത്തിൽ നിന്നിട്ട് ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ആരിഫ് ഹുസൈൻ, ഒരു ഫസൽ കാരാട്ട്, ഇങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ഇനിയും കിട്ടാവുന്ന ഒരുപാട് ആളുകൾ. ഇതെല്ലാവരും ഡെയിലി വ്ളോഗുകൾ ചെയ്യുന്ന ആളുകളാണ്. ഓരോ ദിവസവും ഇവർക്ക് 3 പോസ്റ്റുകൾ 5 പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഇത് ഓരോ ദിവസവും മലയാളികൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ, വിഭാഗീയതയുടെ അളവാണ്, തോതാണ്. ഇത്രയും സാധനം ഡെയിലി നമ്മൾക്കിടയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട്? ഒന്നുമില്ല. സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ എന്ത് ചെയ്യും, വിഷം നിറച്ച് ഒരു 10 തവണ ഒരു കളവ് പറഞ്ഞ് അതിനെ സത്യമാക്കി മാറ്റാണല്ലോ. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം, ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ. കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, ഒരു 25-30 കൊല്ലം മുന്നുള്ള ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവിടെ ജീവിച്ച് വളരുന്ന മനുഷ്യന്മാർക്കറിയാം. ഭയങ്കര ഐക്യത്തോട് കൂടിയിട്ട് വളരെ സാഹോദര്യത്തിൽ ജീവിച്ച് കൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. കൂട്ടായി ഒരുമിച്ച് മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് എന്ത് മലബാറിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നെന്താണ് അവസ്ഥകളൊന്നും ഇരിക്കുക? ഇന്നും ശരിക്കും നമ്മൾ മിക്സഡ് ആയിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ ആ ഇഴയെടുപ്പം എന്തില്ല, ഇന്നില്ല. ഫാബ്രിക് കംപ്ലീറ്റ് എന്തായിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട്. പരസ്പരം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. മൈക്ക് കിട്ടിയ മീറ്റിങ്ങിൽ മാത്രം വിളിച്ചു പറയേണ്ട ഒരു സാധനമായിട്ട് സാഹോദര്യവും ഐക്യവും മാറുകയും അല്ലാത്ത സമയത്തൊക്കെ വിഭാഗീയത ശക്തിപ്പെടുകയും ചെയ്തു. അത് ഇനിയും എന്താവും, ഒരു പൊളിറ്റിക്കൽ ടീം വർക്കിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ. അത്യാവശ്യം ബജറ്റ് ഇട്ടാക്കി ഫണ്ട് ചെയ്തിട്ട് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ ടീം വർക്ക്. അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ റിസൾട്ട് പലപ്പോഴും ഇലക്ഷനുകളിൽ എന്ത് ചെയ്യും കാണാം. ഇലക്ഷനുകൾക്കപ്പുറം ചില കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യാം, വിനിയോഗിക്കപ്പെടാം. ഹിന്ദുത്വ അജണ്ട എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും അത് വളരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റിസൾട്ടുകളെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത് തടയേണ്ടത് ആരാണ്? ഇത് തടയേണ്ടത് ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകളാണ്. എന്നാൽ അവരെന്താ ചെയ്യുന്നത്? അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് വളരെ വളരെ സിമ്പിളായിട്ട് ആക്സസ് കിട്ടുന്നു ഇത്തരക്കാർക്ക്. പിന്നെ ഇതിൻ്റെ പ്രചരണത്തിനും ഇതുമായി ബന്ധപ്പെട്ട് വർഗീയതയും വിഭാഗീയതയും ഹെയ്റ്റും
പടർത്തുന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ, പോലീസ് കേസ് എടുക്കുന്നില്ല പലപ്പോഴും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം. ഇൻ കേസ് ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്ത് അത് കോടതിയിലെത്തിയാൽ വാദിക്കേണ്ടത് ഗവൺമെൻറ് ലീഡർമാരാണ്. അവിടെ ആരാ വെച്ചിരിക്കുന്നത്? അവിടെയും കൊണ്ടുപോയിട്ട് ഇതേ ആശയത്തിൻ്റെ വക്താക്കളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെയും സ്ഥാപിക്കും. നോക്കൂ നിങ്ങൾ, എന്തൊരു നല്ല സർക്കിളിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എത്ര പ്ലാൻഡായിട്ട്, എത്ര ഭംഗിയായിട്ടാണ് ആ സർക്കിൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമല്ലാത്തവരാരൊക്കെയാണ്? ഇത്ര ഗൗരവത്തോടെ ഈ വിഷയത്തെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി, ഏത് ഗവൺമെൻറ്, ഏത് സംഘടന സമീപിക്കുന്നുണ്ട്? നമ്മളിനി എന്ത് ചെയ്യും?